അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയ ആണ്, എൻ്റെ ഒരു പങ്കും എൻ്റെ അതില്ല. അല്ലേ, വിനീത് അത് പറഞ്ഞത്, അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതിന് അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അത് എഴുതിയതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ് ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ, ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പം ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു അത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ കൂടി അത് ഉള്ളിന്ന് വരൂലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിന്ന് വന്നല്ലേ പറ്റൂ. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു. വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത്, എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അതൊരു 2 ഡയലോഗ് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാവാം. കാരണം അല്ലെങ്കിൽ നമുക്ക് മലയാളി ഫ്രം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം പ്ലീസ്. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ഇപ്പോൾ ഡിജോ എന്ന ഡയറക്ടറിൽ ഇപ്പോൾ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളവൻ എന്ന സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഡിജോയുടെ മുമ്പത്തെ 2 സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ് ഡയലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കാമോ? എന്തെങ്കിലും മാസ് ഡയലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജനഗണമനയിലൊക്കെ ഉണ്ടായതുപോലെ? ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലേ ഡിജോ? അല്ലാതെ പ്രോമോയിൽ പറഞ്ഞല്ലോ മാസ് ഡയലോഗ് എല്ലാം വൃത്തിയിലായിരുന്നു അല്ലടാ. അല്ല, ഇത് അതാ ഞാൻ പറഞ്ഞത്, സിനിമ ജനഗണമനായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട് ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നുമില്ല. സിനിമ ഇസ് എ ലൈറ്റ് ഫിലിം.